തൃക്കരിപ്പൂർ തങ്കയം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ വിവേചനം കാണിച്ചതായി പരാതി. രാത്രി വൈകിയെത്തിയ 2 കൗമാരക്കാരായ രോഗികളിൽ ഒരാൾക്ക് ചികിത്സ നിഷേധിക്കുകയും മറ്റൊരു രോഗിക്ക് ചികിത്സ നൽകിയെന്നുമാണ് പരാതി. This news sponsored by Bobby Jamanor International Jewelers, traditionally trusted for 162 years. രാത്രി 11 മണിക്ക് ഞാൻ വന്നപ്പം ഇവിടെ ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞേക്കുന്നു. ഡോക്ടർ ഉള്ളിൽ നിന്ന് പരിശോധിക്കുന്നു. രംഗാന്ത് തിങ്കളാഴ്ച രാത്രി 10:40 ആശുപത്രിയിലെത്തിയ രോഗിയായ പെൺകുട്ടിയെ OP സമയം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും തൊട്ടു പിന്നാലെയെത്തിയ മറ്റൊരു രോഗിയെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ 10 വയസ്സുകാരിയെ കഠിനമായ ശ്വാസം മുട്ടലും പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മാതാവ് തങ്കയത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രി അധികൃതരിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടതിനെ തുടർന്ന് പെൺകുട്ടിയെ പിന്നീട് പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് ചികിത്സ ലഭ്യമാക്കിയത്. സംഭവത്തിൽ വാർഡ് മെമ്പർ UP ഫായിസ് ആശുപത്രി അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകി. കഴിഞ്ഞ ദിവസം നമ്മുടെ തങ്കയം താലൂക്ക് ഹോസ്പിറ്റലിൽ രാത്രി ചികിത്സ തേടിയെത്തിയ 2 പേരിൽ ഒരാൾക്ക് ചികിത്സ നൽകുകയും അതോടൊപ്പം മറ്റൊരു കുട്ടിയെ ചികിത്സ നൽകാതെ ഇവിടുന്ന് ആട്ടി അയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഈ സിസ്റ്റത്തെ തകർക്കുന്ന ജീവനക്കാരുടെ ഈ ധാർഷ്ട്യത്തെ നമ്മൾ കൃത്യമായിട്ട് അവരെ ഈ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതിയിൽ, കാരണം 4 മാസം മുമ്പ് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടൊരു കാഴ്ചയുണ്ടായിരുന്നു. രാത്രി ചികിത്സ തേടിയെത്തിയ ഒരു മധ്യവയസ്കൻ ചികിത്സ കിട്ടാതെ മരിക്കുന്നൊരവസ്ഥ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇവിടെയല്ല, കൊല്ലത്ത്. അതേപോലെ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇന്നലെ ഉണ്ടായത്. ശ്വാസം മുട്ടുമായിട്ട് വന്ന ആ കുട്ടിയെ ഒരു അമ്മയും കുട്ടിയും ഇവിടുന്ന് തിരിച്ചയച്ച് 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പയ്യന്നൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് രാത്രി 11 മണിക്ക് ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ ഒരേ സമയം 2 പേരെ തിരിച്ചയച്ച് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ വിഷയമില്ല. പക്ഷേ ഡോക്ടർ ഉണ്ടായിരിക്കെ ഒരാളെ ഇവിടെ ചികിത്സ നൽകുകയും മറ്റൊരാളെ ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ ഒരു ധാർഷ്ട്യത്തെ, ഈ ഒരു സ്റ്റാഫ് ജീവനക്കാരൻ്റെ ഈ ഒരു ധാർഷ്ട്യത്തെ നമ്മൾ തുറന്നു കാട്ടുകയും അദ്ദേഹത്തിനെതിരെ നമ്മുടെ ആരോഗ്യമന്ത്രിക്കും DMOക്കും ഇവിടെയുള്ള മെഡിക്കൽ ഓഫീസർക്കും ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുത്തനെയും ഈ രീതിയിൽ മെഡിക്കലിലെ ഈ സിസ്റ്റത്തെ തകർക്കുന്ന ഒരാളെയും വെച്ചു പൊറിപ്പിക്കരുത് എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. രോഗികളോട് വിവേചനം കാണിച്ച ആശുപത്രി കൗണ്ടർ സ്റ്റാഫിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും MLAക്കും പരാതി നൽകുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.